കാസർഗോഡ് ഇൻഫ്ലുവൻസർ ജീവനൊടുക്കി. ആദൂർ സ്വദേശി ചിന്നു പാപ്പുവാണ് ജീവനൊടുക്കിയത്. വാടക ക്വാർട്ടേഴ്സിൽ തൂങ്ങിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് ഉച്ചയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ചിന്നു പാപ്പു എന്നറിയപ്പെടുന്ന കെ രേഷ്മയാണ്, 24 വയസ്സുകാരിയാണ് മരിച്ചത്. നമ്മൾ നോർമലി അങ്ങനെ മരണവാർത്തകളൊന്നും സംസാരിച്ചിടാറില്ല. കാരണം മാക്സിമം പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. പക്ഷേ ഈ ഒരു മരണവാർത്ത ശരിക്കും ഞെട്ടലും ഉണ്ടാക്കി. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു മേഖലയിൽപ്പെട്ട ഒരു ഇൻഫ്ലുവൻസറാണ് ഈ രേഷ്മ എന്ന് പറയുന്നത്. ചിന്നു പാപ്പു എന്നാണ് പേര്. കാസർഗോഡുകാരിയാണ്. 1-2 പ്രാവശ്യം ഞാൻ ഇവരുടെ വീഡിയോ കണ്ടിട്ടുണ്ട്. അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് ക്ലിക്ക് അടിക്കും. കാരണം അവർ കാസർഗോഡ് ഭാഷയൊക്കെ നല്ല രീതിയിൽ അവർ കൈകാര്യം ചെയ്യുന്നു, ആളുകളിലേക്ക് എത്തിക്കുന്നു. ആളുകൾക്ക് എൻ്റർടൈനിങ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്ന ഒരു ക്രിയേറ്റർ ആയതുകൊണ്ട് തന്നെ 1-2 വീഡിയോ കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഇന്ന് ഈ വാർത്ത കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ക്ലിക്കായി ആളെ. കാരണം അത്രത്തോളം ഒരു ഇൻഫ്ലുവൻസ് അവർക്ക് നമ്മുടെ ലൈഫിൽ തരാൻ സാധിച്ചു. 1-2 വീഡിയോ മാത്രമേ ഞാൻ കണ്ടുള്ളെങ്കിലും. അപ്പോൾ അവർ മരണകാരണം റീസെൻ്റ്ലി ഡിവോഴ്സ് ആയിരുന്നു, കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. സോ റിയൽ ലൈഫിലാണെങ്കിലും റീൽസിലൊക്കെ ആണെങ്കിലും പക്കാട്ട് ചിരിച്ച് ആളുകൾ മുമ്പിലേക്ക് വരുന്ന പല ആളുകളും. ഇപ്പോൾ റീസെൻ്റായിട്ട് കെയറോയി, നിങ്ങളാവുന്ന പുള്ളിയുടെ പേര്, നമ്മുടെ കോൺഫ്ലൻ ഗ്രൂപ്പിൻ്റെ ഓണർ, പുള്ളിക്കാരൻ ഒരു സൂയിസൈഡ് ചെയ്തപ്പോൾ നമ്മൾ ഞെട്ടിയത് പോണക്ക് തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇതുകൊണ്ടൊക്കെ ചിരിച്ചും കളിച്ച് നടക്കുന്ന പല ആൾക്കാരുടെയും മനസ്സിൽ സങ്കടങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് താങ്ങാൻ കഴിയുന്ന സങ്കടങ്ങൾ കാരണം സ്വയമേ ജീവൻ ഒടുക്കുന്ന അവസ്ഥകളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഞാനിപ്പോൾ വാദവരെ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിലും നാളെ എനിക്കിങ്ങനൊരു അവസ്ഥ വന്നാൽ ഞാനത് എങ്ങനെ ഡീൽ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. മാക്സിമം നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളത് ഫൈറ്റ് ചെയ്യുക. വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിലും ഞാനാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ നമ്മുടെ ക്യാമറാമാൻ ആണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആളാണ്. നിങ്ങൾ കാണുന്നവരാണെങ്കിലും ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. നമുക്ക് 2 കൈയുണ്ട്, 2 കാലുണ്ട്, കാണാൻ കണ്ണുണ്ട്, ചിന്തിക്കാൻ ബുദ്ധിയുണ്ട്, സംസാരിക്കാൻ ശബ്ദമുണ്ട്. കൈയില്ലാത്തവർ, കാലില്ലാത്തവർ, സംസാരിക്കാൻ പറ്റാത്തവർ, കാഴ്ചയില്ലാത്തവർ, വീടില്ലാത്തവർ, വസ്ത്രമില്ലാത്തവർ, എത്ര ആൾക്കാർ ലോകത്തുണ്ട്. ഒരു പ്രാവശ്യം ഇവരെയൊക്കെ ആലോചിച്ചാൽ മതി. മനസ്സിലായില്ലേ? നമുക്ക് ജീവിക്കാനുള്ള മോട്ടിവേഷൻ നമ്മുടെ ചുറ്റുപാടും തന്നെ ഉണ്ട്. സോ മാക്സിമം ഇങ്ങനെയുള്ള ഡിസിഷൻസ്, മണ്ടത്തരങ്ങൾ കാണിക്കാതെ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് സ്ട്രോങ് ആയിട്ട് ജയിച്ച് കയറി അത് ബാക്കിയുള്ളവർക്ക് മോട്ടിവേഷനാക്കി നിങ്ങൾ മാറ്റുമ്പോൾ ശരിക്കും നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്.